الله الرحمن الرحيم قل الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الكريم الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചത്. അത്ര തന്നെ പ്രധാനമായ ഒരു വിഷയമാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇത് നമ്മളെക്കുറിച്ചാണ്. നമ്മൾ ആരായിരുന്നു എന്നും നമ്മൾ എവിടെ എത്തി എന്നുമുള്ള അന്വേഷണത്തിൻ്റെ വിഷയമാണ്. ഏതൊരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ്. ഓട്ട മത്സരത്തിന് നിൽക്കുന്ന ആളുകൾ ഒരു കാല് പിറകിലേക്കും ഒരു കാല് മുന്നിലേക്കും ആക്കിയിട്ടാണ് നിൽക്കാറുള്ളത്. മുന്നിലേക്ക് പോകുന്ന ഒരാൾ എന്തിനാണ് പിറകിലേക്കൊരു കാല് വെച്ചിരിക്കുന്നത്? അയാൾ പിറകിലേക്കൊരു കാല് വെച്ചത് പിറകിൽ നിന്ന് എത്ര ശക്തി അയാൾ സംഭരിക്കുന്നുണ്ടോ അത്രയും ശക്തമായിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിറകിൽ നിന്നുള്ള ശക്തി എത്രയാണോ അയാൾക്ക് കിട്ടുന്നത് അത്രയും ഊക്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ പിറകിൽ നിന്നുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നിന്നുള്ള ശക്തി എന്നാണ്. പിറകിൽ നിന്നുള്ള ശക്തി എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ നിന്നുള്ള ശക്തിയാണ്. അപ്പൊ ചരിത്രത്തിൽ നിന്ന് എത്ര ശക്തി ഒരാൾ സംഭരിക്കുന്നുണ്ടോ അത്രയും ശക്തമായിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ചരിത്രം അറിയാത്ത ഒരു തലമുറ, നമ്മൾ ആരായിരുന്നു എന്ന് അറിയാത്ത ഒരു തലമുറ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അവർ മടിയന്മാരായി പോകും, അവർ അലസന്മാരായി പോകും. അങ്ങനെ കുറെ മടിയന്മാരുടെയും അലസന്മാരുടെയും ഒരു കാലഘട്ടമായി നമ്മുടെ കാലഘട്ടം മാറുകയും ചെയ്യും. അവിടെയാണ് ചരിത്രത്തിൻ്റെ പ്രാധാന്യം. നിങ്ങൾ നോക്കൂ, ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഇസ്ലാമിക പ്രവർത്തകനാവുക എന്നാണ്. അതല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പ്രവർത്തകയാവുക എന്നാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പള്ളിയുടെ മൂലയിൽ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിച്ചിരിക്കുകയാണോ ചെയ്തത്? അല്ല, അദ്ദേഹം മുസ്ലിം ആവുകയും അതേസമയം ഇസ്ലാമിക പ്രവർത്തകനാവുകയും ചെയ്തു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ വേറെ കുറെ ആളുകൾ മുസ്ലിങ്ങളാകുന്നു. അവരുടെ ഇസ്ലാമിക പ്രവർത്തനത്തിലൂടെ വേറെയും ചില ആളുകൾ മുസ്ലിങ്ങളാകുന്നു. നമ്മുടെ അറ്റം വരെ എത്തിയിരിക്കുന്ന ഇസ്ലാം അതിന്റെ തുടർച്ചയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഖുതുബ, അറഫയിലെ ഹജ്ജത്തുൽ വദാഇലെ ഖുതുബത്തുൽ വദാ, ആ ഖുതുബ കേൾക്കുവാൻ വേണ്ടി 100,000-ഓളം സ്വഹാബികൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ് ഹദീസുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. അത് വെറുതെ ഒരു കണക്ക് പറയുന്നതല്ല, ശരിയായ കണക്കായിരിക്കും. കാരണം അന്ന് എത്ര ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി എന്നൊരു കണക്ക് കിട്ടും. മൈക്കില്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് റസൂൽ എന്താണോ പറയുന്നത് അത് കേട്ട് ഓരോ ആളുകൾ പറഞ്ഞ് ആ ചെറിയ ചെറിയ സംഘങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ ചെറിയ ചെറിയ സംഘങ്ങളിൽ 100 ആളാണെങ്കിൽ ആ 100 ആളുകളെ കൂട്ടം എണ്ണി നോക്കിയാൽ എത്ര ആള് വന്നിട്ടുണ്ട് എന്ന് ശരിക്കറിയാം. അപ്പൊ 100,000-ഓളം എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു കണക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഖുതുബ കേൾക്കുവാൻ 100,000-ഓളം ആളുകൾ അറഫയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മക്കയിലും മദീനയിലും ചെന്ന് നോക്കിയാൽ 100,000-ഓളം ആളുകളുടെ ഖബറുകൾ അവിടെ കാണാനില്ല. അവരൊക്കെ അവിടെ തന്നെ ജീവിച്ച് മരിച്ച ആളുകളായിരുന്നെങ്കിൽ അവരുടെ ഖബറുകൾ അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അവിടെ ഒരു 10,000-ഓ അതിന്റെ താഴെയോ കുറച്ചു മുകളിലോ മാത്രമായ ഖബറുകൾ മാത്രമേ സ്വഹാബികളുടേത് എന്ന് പറയാൻ ആകെ ഉള്ളൂ. എന്നാൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ പോയി.
ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി എന്നതിന്റെ ഉത്തരമാണ് ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഇസ്ലാമിക പ്രവർത്തകൻ കൂടിയാവുകയാണ് എന്നതിന്റെ ഉത്തരം. ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുവാനാണ് പിന്നെ അവർ പോയത്. അപ്പോ മഹാഭൂരിപക്ഷം വരുന്ന സഹാബികൾ പിന്നെ ജീവിച്ചു മരിച്ചത് വേറെ ഒരുപാട് ദേശങ്ങളിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് സന്ദേശം കൈമാറുന്നതിന് വേണ്ടി അവര് പല ദിക്കുകളിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ എന്താണ് ഷഹാദത്ത്? ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എണ്ണി പറയാറുള്ളത് ആദ്യം ഷഹാദത്ത് എന്നാണ്. പിന്നെയാണ് നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ നിസ്കാരം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് നിസ്കരിക്കാനാണ്. നോമ്പ് എന്തിനാണ്? അത് നോറ്റുകൂട്ടാനാണ്. സക്കാത്ത് എന്തിനാണ്? അത് കൊടുത്തു വീട്ടാനാണ്. ഹജ്ജ് എന്തിനാണ്? അത് ചെയ്തു വീട്ടാനാണ്. ശരി, എന്നാൽ ഷഹാദത്ത് എന്തിനാണ്? എന്തിനാണ് ഷഹാദത്ത്? ഒരു പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒന്നാണ് ഷഹാദത്ത്. നിസ്കാരത്തിനൊരു സമയമുണ്ട്, സക്കാത്തിന് കൃത്യമായൊരു സമയമുണ്ട്, നോമ്പിനും ഒരു സമയമുണ്ട്, ഹജ്ജിനും സമയമുണ്ട്. ഷഹാദത്തിന് സമയം പോലും നിശ്ചയിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ കൂടെ ഓരോ സെക്കൻഡിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഷഹാദത്ത്. ഞാൻ ഒരു മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക, എന്റെ ജീവിതം കൊണ്ട് ഞാൻ അതിന് സാക്ഷിയാവുക. എന്റെ സെക്കൻഡുകൾ, എന്റെ മിനിറ്റുകൾ, എന്റെ മണിക്കൂറുകൾ, എന്റെ ആയുസ് ഞാൻ വിശ്വസിച്ച കാര്യത്തിന് സാക്ഷിയായി തീരുക. അതാണ് ഷഹാദത്ത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിം അല്ലാത്ത ഒരാള്, എന്റെ അയൽക്കാരനായ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ബോധ്യപ്പെടണം ഒരല്ലാഹു ഉണ്ട് എന്ന്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല ബോധ്യപ്പെടുന്നത്, എന്റെ ജീവിതം കണ്ടിട്ട്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിം അല്ലാത്ത ഒരാള്, നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന മുസ്ലിം അല്ലാത്ത ഒരാള്, നമ്മുടെ അയൽക്കാരനും അയൽക്കാരിയുമായ മുസ്ലിം അല്ലാത്ത ആളുകൾ, അവർക്ക് ബോധ്യപ്പെടണം എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന്. അവർക്ക് ബോധ്യപ്പെടണം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. അത് നമ്മുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടല്ല, നമ്മുടെ ലഘുലേഖകൾ വായിച്ചിട്ടല്ല, നമ്മുടെ സീഡികൾ കണ്ടിട്ടല്ല, നമ്മുടെ ജീവിതം കണ്ടിട്ട്. അതാണ് ഷഹാദത്ത്. അപ്പൊ ഷഹാദത്ത് ചൊല്ലാൻ എളുപ്പമാണ്, പക്ഷേ ഷഹാദത്ത് ആയിത്തീരാനാണ് പ്രയാസം. മുസ്ലിം ആകാൻ എളുപ്പമാണ്, മുസ്ലിം ആയിക്കൊണ്ടിരിക്കുവാനാണ് പ്രയാസം. അപ്പോൾ ആ ഷഹാദത്തിന്റെ ഭാഗമാണ് ദീനിന്റെ മാർഗത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ വിശാലമായ ഒരു അർത്ഥം നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് ദഅവത്ത് എന്ന് പറഞ്ഞത്. ഒരൊറ്റ ആയത്ത് മതി. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിലെ 12-ാമത്തെ ആയത്ത്. സൂറത്തു യാസീനിലെ 12-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹ് പറയുന്നത് വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്നാണ്. വനക്തുബു മാ ഖദ്ദമു എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അള്ളാഹു രേഖപ്പെടുത്തുന്നു. അത് നമ്മൾക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. നമ്മൾ ഒരു ദിവസം എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ നമ്മൾക്ക് രേഖപ്പെടുത്താം. പക്ഷേ രണ്ടാമതായി അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, അത് നമ്മളെ കൊണ്ട് കഴിയാത്തതാണ്. അതെന്താണ്? വആസാറഹും. നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തത് കൊണ്ട് എന്തുണ്ടായി എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതാണ് നമ്മൾ ചെയ്ത കാര്യത്തിന്റെ റിസൾട്ടുകൾ, അതുകൊണ്ടുണ്ടായ ഫലങ്ങൾ കൂടി അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ റിസൾട്ടുകൾ ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം. ഞാനൊരു ഉദാഹരണം പറയാം. 1987 കുറ്റിപ്പുറത്ത് ഒരു മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടന്നിരുന്നു. ഇതിൽ പല ആളുകളും അതിൽ പങ്കെടുത്ത ആളുകളായിരിക്കും. ഞാനത് പങ്കെടുത്തിട്ടില്ല, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. ആ 87 കുറ്റിപ്പുറത്ത് നടന്ന സമ്മേളനം, അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന ചർച്ച നടക്കുമ്പോൾ KNM-ന്റെ യോഗത്തിൽ ഒരാള് ഒരു അഭിപ്രായം പറഞ്ഞു. എന്താണ് അഭിപ്രായം? കേരളം മുഴുവനും ഒരു വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കണം എന്ന്. അപ്പൊ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു അത് വേണ്ട, അത് രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നതാണ്, നമ്മൾക്ക് ചെയ്യണ്ട. ചില ആളുകൾ അതിനെ എതിർത്തു, ചില ആളുകൾ അനുകൂലിച്ചു. അനുകൂലിച്ച ആളുകൾ ഭൂരിപക്ഷമായതുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ടു.
അങ്ങനെ കേരളം മുഴുവനും ഒരു വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുകയാണ്. ആ ജാഥ അന്ന് കോട്ടയം ജില്ലയിലും എത്തി. കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു വേരോട്ടവും ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു. ഒരു മുജാഹിദ് പോലും അന്നില്ല. അങ്ങനെ കോട്ടയം ജില്ലയിലെത്തിയ ആ ജാഥ കോട്ടയം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഈരാറ്റുപേട്ടയിൽ ആ വാഹനം അവിടെ നിർത്തി ഒരാൾ പ്രസംഗിക്കുന്നു. ആ വാഹനത്തിൽ നിന്ന് ലഘുലേഖകൾ എടുത്ത് മറ്റുള്ള ആളുകളൊക്കെ ആ അങ്ങാടിയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അത് വിതരണം ചെയ്യുന്നു. എല്ലാ ആളുകളുടെ കയ്യിൽ കിട്ടിയതുപോലെ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലും ആ ലഘുലേഖ കിട്ടി. അയാളത് വായിച്ചപ്പോൾ അതിലെ ഏതാനും വാക്കുകൾ അയാളുടെ മനസ്സിൽ എവിടെയൊക്കെയോ കൊണ്ടു. അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് സ്വാധീനിച്ചു. പിന്നെ അദ്ദേഹം ചെയ്യുന്ന എന്താണ്, അതിന്റെ താഴെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിൽ അദ്ദേഹം കത്തെഴുതിയിട്ട് പറഞ്ഞു, എനിക്ക് കൂടുതൽ പുസ്തകങ്ങൾ വേണം. അപ്പൊ കൂടുതൽ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എനിക്ക് കൂടുതൽ പ്രസംഗങ്ങൾ കേൾക്കണം. അങ്ങനെ പ്രസംഗത്തിന്റെ കാസറ്റുകൾ എത്തിച്ചു കൊടുത്തു. അവസാനം കുറ്റിപ്പുറത്ത് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഒരാൾ പങ്കെടുത്തു, അബ്ദുൾ റഷീദ്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം 1992 പാലക്കാട് ഒരു മുജാഹിദ് സമ്മേളനം സംഘടിപ്പിച്ചു. ആ മുജാഹിദ് സമ്മേളനത്തിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് വന്നത് ഒരു ജീപ്പ് നിറയെ ആളുകളായിരുന്നു. 1997 കണ്ണൂർ ജില്ലയിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് വന്നത് 3 ബസ്സുകളായിരുന്നു. ഇന്ന് കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്, നമ്മുടെ ആദർശത്തിന് വളരെ വേരോട്ടമുള്ള ഒരു പ്രദേശമായി മാറി. ഇനി നമ്മൾ ആലോചിക്കുക, അങ്ങനെ ഒരു വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കണം എന്ന് ഒരു അഭിപ്രായം പറഞ്ഞ ആള് ഇത്രയൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഏതോ ഒരു റൂമിൽ ഇരുന്നിട്ട് ഒരു ലഘുലേഖ എഴുതിയ ആള് ആ ലഘുലേഖ കൊണ്ട് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാകുമെന്ന് അയാളും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകൾ വലുതായിരിക്കണമേ എന്നാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ചെറുതാണ്, പക്ഷെ അല്ലാഹുവേ, എന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന റിസൾട്ടുകൾ, അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ വളരെ വലുതായിരിക്കണമേ. ഒരുപക്ഷെ ആ ഫലങ്ങൾ കാണുവാൻ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കണമെന്ന് പോലുമില്ല. നമ്മൾ കൊടുത്തൊരു പുസ്തകം, നമ്മൾ കൊടുത്ത ഒരു CD, നമ്മൾ കൊടുത്തൊരു ലഘുലേഖ, അത് നമ്മൾ ആർക്കാണോ കൊടുത്തത് അയാൾ ഒരു പക്ഷെ അത് വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അയാളുടെ അടുത്ത് അത് കണ്ട് അത് വാങ്ങിക്കൊണ്ടുപോയ ഒരാള് അത് വായിച്ചിട്ടുണ്ടാവും. അയാളെ നമ്മൾ അറിയില്ല. നമ്മൾ കാണാത്ത കണ്ണുകളെ നമ്മൾ കൊടുത്ത ആ പുസ്തകം സ്വാധീനിക്കുന്നു. നമ്മൾ അറിയാത്ത മനസ്സുകളെ നമ്മൾ കൊടുത്ത ആ പുസ്തകം സ്വാധീനിക്കുന്നു. നമ്മൾ അറിയാത്ത ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അത് കൊടുക്കുക എന്നുള്ള പ്രവർത്തനം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതാണ് വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്താണ്? അമലുകളെ അല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, മറിച്ച് അമലു സ്വാലിഹാത്തുകളെയാണ്. അമലുകൾ ചെയ്യാൻ എല്ലാവരെ കൊണ്ടും കഴിയും. ഒരു സൊഫിൽ 10 ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളുകളും ചെയ്യുന്നതൊക്കെ ഒരേപോലെയല്ലേ? അവര് കൈകെട്ടുന്നത്, അവര് പ്രാർത്ഥിക്കുന്നത്, അവര് സുജൂദിൽ കിടക്കുന്നത്, അവർ റുക്കൂയിലേക്ക് പോകുന്നത് എല്ലാം ഒരുപോലെയാണ്. 10 ആളുകളും ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ആ 10 ആളുകൾക്കും കിട്ടുന്ന കൂലി ഒരുപോലെയാണോ? അല്ല. 10 ആളുകൾക്കും 10 വിധം കൂലിയാണ്. എന്തുകൊണ്ട്? ചെയ്യുന്ന അമലിനാണ് കൂലി എങ്കിൽ എല്ലാവർക്കും ഒരേ കൂലി കിട്ടണം. പക്ഷെ ചെയ്യുന്ന അമലിനല്ല കൂലി, മറിച്ച് അമല് സ്വാലിഹാത്തിനാണ് കൂലി. ആ ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യത്തിനാണ് കൂലി. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനത്തിൽ നമ്മളൊക്കെ പങ്കാളികളാകുന്നുണ്ട്. ചെറുതോ വലുതോ ആയ പങ്കാളിത്തം. ചില ആളുകൾ പോസ്റ്റർ ഒട്ടിക്കുന്നവരാണ്, ചില ആളുകൾക്ക് സ്വാഗതം പറയുന്നവരാണ്, ചില ആളുകൾ വന്ന് പ്രസംഗിക്കുന്നവരാണ്, ചില ആളുകൾ സ്കോഡ് വർക്ക് നടത്തുന്നവരാണ്, ചില ആളുകൾ ബാനർ എഴുതുന്നവരാണ്, ചില ആളുകൾ ബാനർ കെട്ടുന്നവരാണ്. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പങ്കാളിത്തമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ. കൂലിവേലക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ഈ ഓരോ ആളുകൾക്കും അവരെ കൊണ്ട് കഴിയുന്ന പ്രവർത്തന മേഖലയുണ്ട്. ആ മേഖലയല്ല പ്രശ്നം, മറിച്ച് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രവർത്തനം അമലു സ്വാലിഹാത്ത് ആകുന്നുണ്ടോ എന്നാണ്. നമ്മുടെ നാട്ടിൽ നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുന്നു, ഒരു പ്രോഗ്രാം വെക്കുന്നു. ആ പ്രോഗ്രാമിന് ആളുകളെ പോയി ക്ഷണിക്കുന്നു. ചില ആളുകൾ അതിന് സ്റ്റേജ് കെട്ടുന്നു. ഒരാൾ വന്ന് സ്വാഗതം പറയുന്നു, ഒരാൾ അധ്യക്ഷ വഹിക്കുന്നു, ഒരാൾ പ്രസംഗിക്കുന്നു, ഒരാൾ നന്ദി പറയുന്നു. ആ പ്രോഗ്രാം പിരിച്ചുവിടുന്നു.
ഇതിൽ ആരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആരുടെ പ്രവർത്തനമാണ് അള്ളാഹു സ്വീകരിച്ചത്? ആ പ്രസംഗിക്കാൻ വന്ന ആളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ അയാളായിരിക്കണമെന്നില്ല. മറിച്ച് സ്വന്തം കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതിനു പകരം അത് മാറ്റിവെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യനുണ്ടാവും. ആ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയാലും അതിന്റെ മൈക്ക് സെറ്റും ഏറ്റിയിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരനായ പ്രവർത്തകൻ. അയാളുടെ പേര് എവിടെയും അച്ചടിക്കപ്പെട്ടിട്ടില്ല. അയാളുടെ പേര് നേതാക്കൾക്കൊന്നും അറിയില്ല. അയാളുടെ പേര് അവിടെ വന്ന ഒരാൾ പോലും അറിയുന്നുണ്ടാവുകയില്ല. പക്ഷേ അയാളെ ആയിരിക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതാണ് അമലുസ് സാലിഹാത്ത്. ഒരു രാജ്യത്തിലേക്ക് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ പറഞ്ഞയച്ചു. ആ സൈന്യം അവിടെ പോയിട്ട് വിജയിച്ചു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ നേതാവിനോട് ചോദിച്ചു, ആരൊക്കെയാണ് ശുഹദാക്കളായത് എന്ന്, ആരൊക്കെയാണ് ഷഹീദായത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം കുറെ ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ ഷഹീദായി എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വേറെയും കുറെ ആളുകൾ ഷഹീദുകളായിരുന്നു, പക്ഷെ അവരെ പേരുകളൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഉമർ പറഞ്ഞു, അവരുടെ പേര് നിങ്ങൾക്കറിയില്ലായിരിക്കാം, അവരുടെ പേര് എനിക്കും അറിയില്ലായിരിക്കാം, പക്ഷെ അവരുടെ പേരും അവരുടെ പിതാക്കളുടെ പേരും അറിയുന്ന ഒരല്ലാഹു ഉണ്ട്. ആ അല്ലാഹുവിന്റെ കണക്കിൽ അവരുടെ പേരുകളുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റൊരിക്കൽ യുദ്ധം കഴിഞ്ഞ സമയത്ത് യുദ്ധത്തിന്റെ സ്വത്തുകളെല്ലാം മുസ്ലിങ്ങളൊക്കെ വാരിക്കൂട്ടി. അപ്പൊ കുറച്ചേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു വലിയ ചാക്കുകെട്ടുമായിട്ട് വരുന്നുണ്ട്. അയാൾ ആ ചാക്കുകെട്ടിലുള്ളത് മുഴുവനും ചൊരിഞ്ഞു. അപ്പോഴാണ് കാണുന്നത് നിറയെ സ്വർണ്ണ കൂമ്പാരങ്ങളാണ്, ആയുധങ്ങളാണ്, വേണ്ടുവോളമുണ്ട് ആ സ്വർണം. അപ്പൊ ഇവര് ചോദിച്ചു, നിങ്ങൾ ഇതിൽ നിന്ന് വല്ലതും എടുത്തിട്ടുണ്ടോ? കണക്കെഴുതാനാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നുണ്ട്, നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇതൊക്കെ കണ്ടുകൊണ്ട് അള്ളാഹു ഇല്ല എങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് തരിക തന്നെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോൻ ഇല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അയാൾ പറഞ്ഞു, എന്റെ പേര് നിങ്ങൾ അറിയണ്ട. നിങ്ങളെങ്ങാനും എന്റെ പേരറിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ എന്നെ കുറിച്ചായിരിക്കും ഇവിടെ സംസാരം. ഇത്രയധികം സ്വർണ്ണ കൂമ്പാരങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ പുകഴ്ത്താൻ തുടങ്ങും. അതുകൊണ്ട് എന്റെ പേര് നിങ്ങൾ അറിയണ്ട എന്ന് പറഞ്ഞു. അയാളുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയുമില്ല. ഇതാണ് അമലുസ് സാലിഹാത്ത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. ആ പേരക്കുട്ടിയുടെ പേരും അലി എന്നാണ്. പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച പേര് സൈനുൽ ആബിദീൻ എന്നാണ്. അത്രയും ഇബാദത്തുകൾ ചെയ്യുന്ന ആളാണ്, അത്രയും നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം മരിച്ച ദിവസം മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു വലിയ തഴമ്പ് കിടക്കുന്നുണ്ട്. അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളൊക്കെ പരസ്പരം അന്വേഷിച്ചു, എന്താണിത്? അദ്ദേഹം ചെറുപ്പം തൊട്ടേ നല്ല സമ്പത്തിൽ ജീവിച്ച ആളാണ്, അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല, എന്തോ ഏറ്റിയതുപോലെയുള്ള തഴമ്പാണ്, ആർക്കും അറിയില്ല. ഭാര്യയോട് ചോദിച്ചു, ഭാര്യ കൈമലർത്തി, എനിക്കറിയൂല. മക്കളോട് ചോദിച്ചു, അവരും പറഞ്ഞു അറിയൂല, ആർക്കും അറിയൂല. അദ്ദേഹത്തെ മറവ് ചെയ്തു. 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ആ നാട്ടിലെ ഒരു ചെറിയ പ്രദേശം, ആ പ്രദേശത്തിൽ അനാഥകളായ കുട്ടികളും വിധവകളായ സ്ത്രീകളും അതുപോലെ തന്നെ ഭർത്താവ് രോഗിയായി കിടക്കുന്ന കുടുംബങ്ങളും ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അവിടെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകളും പട്ടിണിയിലായി. അപ്പൊ ഇവർ ചെന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ പട്ടിണിയിലായത്? ഇതുവരെ നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്? അവര് പറഞ്ഞു, ആരാണെന്ന് അറിയൂല. എല്ലാ ആഴ്ചയും ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഗോതമ്പും ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരാൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ പോകാറുണ്ട്. അയാളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, കുറച്ച് ദിവസമായി അയാൾ വരാറില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായിരുന്നു ആ തഴമ്പിന്റെ കാരണം. ആ തഴമ്പിന്റെ കാരണമായിരുന്നു അത്. സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല, സ്വന്തം കുടുംബത്തെ പോലും അറിയിച്ചിട്ടില്ല. ഇതാണ് അമലുസ് സാലിഹാത്ത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ അമലുകൾ ചെയ്യുന്നത് എന്നറിയുവാനല്ല, ആരാണ് ഏറ്റവും കൂടുതൽ ഇഹ്സാൻ ചെയ്യുന്നത് എന്നറിയുവാനാണ് ജനനവും മരണവും വെച്ചത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആരാണ് കൂടുതൽ ഇഹ്സാൻ ചെയ്യുന്നത്? എന്താണ് ഇഹ്സാൻ? നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതല്ല, നേതാക്കളെ ബോധ്യപ്പെടുത്തുക എന്നതല്ല, ഭാരവാഹികളെ ബോധ്യപ്പെടുത്തുക എന്നതല്ല. നമ്മുടെ അമലുകൾ അള്ളാഹുവിന് ബോധ്യപ്പെടുക എന്നതാണ്.
അത് അത്രയും പെർഫെക്റ്റായി അത്രയും കൃത്യതയോടുകൂടി നിർവഹിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അമലു സ്വാലിഹാത്ത്. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം അമലുകളായിട്ടുണ്ട് എന്നല്ല, എത്രമാത്രം അമലു സ്വാലിഹാത്തുകളായിട്ടുണ്ട് എന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 167 ഒരു വചനമുണ്ട്. ആ വചനത്തിന്റെ അവസാനത്തെ ഭാഗം നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു പ്രകമ്പനമായി നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ആയത്താണ്. നമ്മുടെ പിറകെ എപ്പോഴും ഒരു വലിയ താക്കീതായി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊളുത്തി വെക്കേണ്ട ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ്: കദാലിക യുരീഹിം അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. കദാലിക യുരീഹിം അഅമാലഹും, അവർക്ക് അവരുടെ അമലുകൾ നാം കാണിച്ചു കൊടുക്കും. എനിക്കും നിങ്ങൾക്കും നമ്മൾ ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നാളെ കാണിച്ചു തരും. പക്ഷേ ഹസറാത്തിൻ അലൈഹിം, ആ പ്രവർത്തനങ്ങൾ നമുക്ക് സങ്കടത്തിന് കാരണമാകും. നമ്മൾ ചെയ്ത അമലുകൾ, നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, നമ്മൾ ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള ദീനീ പ്രവർത്തനങ്ങൾ എല്ലാം, നമ്മൾ ഈ വെയിൽ കൊണ്ടത്, നമ്മൾ ഈ വിയർത്തത്, നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും തൊലച്ചു കളഞ്ഞത് എല്ലാം ഹസറാത്തിൻ അലൈഹിം, നമുക്ക് സന്തോഷത്തിന് കാരണമാവുകയല്ല ചെയ്യുന്നത്, സങ്കടത്തിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ എന്താണ്? അമലു സ്വാലിഹാത്ത് ആയില്ല എന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അമലു സ്വാലിഹാത്ത് ആവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ നിന്നാണ് നമ്മൾ സംഘടനയെ കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടത്. അവിടെ നിന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത്. എന്താണ് ഈ കൂട്ടായ്മ? ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ എന്താണ് നേടേണ്ടത്? നമ്മൾ നേടേണ്ടത് ഇതാണ്: നമ്മൾ നാളെ നമ്മുടെ അമലുകൾ കാണുമ്പോൾ അത് നമ്മൾക്ക് സന്തോഷത്തിന് കാരണമാകണം. നമ്മൾ ഈ മേഖലയിൽ നമ്മൾ ദീനിന്റെ മാർഗത്തിൽ ചെലവിട്ട ഒരു സെക്കൻഡ് പോലും നമ്മൾക്കൊരു നഷ്ടക്കച്ചവടമാകരുത്. അത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ ആകൂ. നമ്മൾ ചെയ്യുന്നത് സംഘടനയ്ക്ക് വേണ്ടിയാകരുത്. സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫോട്ടോ വരാത്തതിനെ കുറിച്ച്, നമ്മുടെ പേര് വരാത്തതിനെ കുറിച്ച്, നമ്മൾക്ക് പരിഗണന കിട്ടാത്തതിനെ കുറിച്ച്, നമ്മുടെ പേര് പരാമർശിക്കാത്തതിനെ കുറിച്ച് നമ്മൾക്ക് വേവലാതികൾ ഉണ്ടാവുക. സംഘടനയ്ക്ക് വേണ്ടി അമലുകൾ ചെയ്യുവാനല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അമലുകൾ ചെയ്യുക. ശരി, പ്രസ്ഥാനം എന്നാണ് നമ്മൾ നമ്മുടെ സംഘടനയ്ക്ക് പറയാറുള്ളത്. എന്താണ് പ്രസ്ഥാനം? പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ മൂവ്മെന്റ് എന്ന് പറയും, അറബിയിൽ തഹരീക്ക് അല്ലെങ്കിൽ ഹറക്കത്ത് എന്നൊക്കെ പറയും. എന്താണത്? ഒരു പ്രവാഹമാണ്, ഒഴുകിക്കൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്ന് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പുഴയായിരിക്കും, ചിലപ്പോൾ ഒരു അരുവിയായിരിക്കും, ചിലപ്പോൾ ഒരു വെള്ളച്ചാട്ടമായിരിക്കും. പക്ഷേ ഈ പ്രവാഹം തുടങ്ങിയത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്നല്ല, ഈ പ്രവാഹം ആരംഭിച്ചത് ആ പുഴയിൽ നിന്നല്ല, ഈ പ്രവാഹം ആരംഭിച്ചത് ആ അരുവിയിൽ നിന്നുമല്ല. പിന്നെ എവിടെ നിന്ന്? നമ്മൾ കാണുന്നിടത്ത് നിന്നൊന്നല്ല ഇത് ആരംഭിച്ചത്, നമ്മൾ കാണാത്തൊരിടത്തു നിന്നാണ്. ഏതെങ്കിലും ഒരു കാട്ടിലെ ചെറിയ ഒരു കുഴിയിൽ നിന്നാണ്, ചെറിയ ഒരു വെള്ളക്കുഴിയിൽ നിന്നാണ് ഒരു നദി ആരംഭിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അതൊരു നദിയാകുന്നു, ചിലപ്പോൾ അതൊരു മഹാനദിയാകുന്നു, ചിലപ്പോൾ ഒരു പ്രവാഹമാകുന്നു, മറ്റു ചിലപ്പോൾ ഒരു മഹാപ്രവാഹമാകുന്നു, ചിലപ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടമാകുന്നു. ഇങ്ങനെ പല രൂപങ്ങളിലേക്ക് അത് മാറുന്നുണ്ട്. എങ്കിലും അത് തുടങ്ങിയത് ഒരു ചെറിയ വെള്ളക്കുഴിയിൽ നിന്നാണ്. ഇതാണ് പ്രസ്ഥാനം. ഈ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത എറിയാട്ട് മണപ്പാട്ട് കുടുംബത്തിന്റെ മാളികപ്പുരയിൽ നിന്ന് 3 ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു ചെറിയ വെള്ളക്കുഴിയാണ് നദിയായി, മഹാനദിയായി, പ്രവാഹമായി, മഹാപ്രവാഹമായി, ഇത്രയും പടർന്ന് പന്തലിച്ച ഒരു വടവൃക്ഷമായി മാറിയത്. ഇതാണ് നമ്മുടെ ചരിത്രം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു സഫില് അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്: ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ കഅന്നഹും ബുന്യാനുൻ മർസൂസ്. ഒരു കെട്ടിടം പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. എന്താണ് കെട്ടിടം? കെട്ടിടം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ വളരെ മനോഹരമാണ്. നല്ല തൂണുകളാണ്, നല്ല മേൽക്കൂരയാണ്, നല്ല ജനലുകളാണ്, നല്ല വാതിലുകളാണ്, നല്ല പെയിന്റും അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കെട്ടിടത്തിന്റെ ശക്തി എന്താണ്? ആ പെയിന്റ് അല്ല അതിന്റെ ശക്തി, അതിന്റെ മേൽക്കൂരയല്ല അതിന്റെ ശക്തി, അതിന്റെ ചുവരുകളല്ല അതിന്റെ ശക്തി. അതിന്റെ ശക്തി നമ്മൾ കാണാത്ത,
ആ തറയിൽ വീണ് കിടക്കുന്ന ഒരുപാട് കല്ലും ഒരുപാട് മണ്ണുമാണ് ആ കെട്ടിടത്തിന്റെ ശക്തി. ആ കല്ലിനെയും മണ്ണിനെയും നമ്മൾ കാണുന്നില്ല, നമ്മളതിനെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ആ കെട്ടിടത്തെ ശക്തമായി നിലനിർത്തുന്നത് നമ്മൾ കാണാതെ മണ്ണിൽ മറഞ്ഞുപോയ ആ ഇഷ്ടിക കഷ്ണങ്ങളും ആ കല്ലുകളും ആ മണ്ണുമാണ് ആ കെട്ടിടത്തിന്റെ ശക്തി. അങ്ങനെയാണെങ്കിൽ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് മനോഹരമായ ഒരു കെട്ടിടമാണ്, നല്ല അഴകുള്ള, നല്ല വ്യവസ്ഥാപിതമായ, ഒരുപാട് നേതാക്കളും ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് പ്രവർത്തകരുമൊക്കെയുള്ള ഒരു നല്ല കെട്ടിടമാണ് പ്രസ്ഥാനം. പക്ഷെ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി എന്താണ്? ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി ഈ കാണുന്നതൊന്നുമല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ നിലനിർത്തുന്നത് ചരിത്രത്തിന്റെ മണ്ണിൽ മറഞ്ഞുപോയിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാരുടെ കണ്ണുനീരും കഷ്ടപ്പാടുകളും ഗദ്ഗതങ്ങളും സങ്കടങ്ങളും ത്യാഗങ്ങളുമാണ് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ എത്തിച്ചിട്ടുള്ളത്. അവരെ നമ്മൾ അറിയുന്നില്ല, നേതാക്കളെ നമ്മൾ അറിയുന്നുണ്ട്, മരിച്ചുപോയ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ അറിയുന്നുണ്ട്, കാരണം അവരുടെ പേരുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയും പേരച്ചടിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വന്തം ജീവിതം പോലും പണയം വെച്ച് സ്വന്തത്തെക്കാൾ ഉപരി ഒരാദർശത്തിന് വേണ്ടി പടപൊരുതി മരിച്ചുപോയ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട്. സ്വന്തം കുടുംബം പോലും നഷ്ടപ്പെട്ടവരുണ്ട്, സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. മരിച്ചപ്പോൾ ആ മയ്യത്തൊന്ന് മറമാടുന്നതിന് പോലും തടസ്സം നിന്ന് യാഥാസ്ഥിതികരായ ആളുകൾ കൊലവിളി നടത്തിയ പാവപ്പെട്ടവരായ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യരും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവരുടെ കഷ്ടപ്പാടുകളും ഗദ്ഗതങ്ങളും വിയർപ്പും വീണ് പതിഞ്ഞ് ശക്തമായ മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. കടമ്മനിട്ട രാമകൃഷ്ണന്റെ ഒരു ചെറിയ വരിയുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കോഴിക്കോട് സിറ്റിക്കടുത്ത് ഒരു ചെറിയ പ്രദേശമുണ്ട്, അവിടെ ഒരു പ്രവർത്തകനുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുന്ന ആളോ എഴുതുന്ന ആളോ അറിയപ്പെടുന്ന ആളോ നേതാക്കൾ പോലും അറിയുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ എത്ര പാതിരാവിലും പോസ്റ്ററും ബാനറും കൊണ്ട് സിറ്റിയിൽ മുഴുവനും കുറച്ച് കുട്ടികളെയും കൂട്ടി നടക്കുന്ന, ജീവിതം രാത്രി മുഴുവനും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ട പ്രവർത്തകനാണ്. പകല് മുഴുവൻ അദ്ദേഹത്തിന് ജോലിയുണ്ട്, മക്കളില്ല, അങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങൾ അദ്ദേഹത്തിനുണ്ട്, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനൊന്നും കുടുംബത്തിന്റെ സഹകരണമില്ല. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. വയനാട് നടന്ന സമ്മേളനത്തിന്റെ ഉടനെ ഗൾഫിലേക്ക് പോവുകയാണ്. അങ്ങനെ ഗൾഫിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് കൊടുത്തു അവിടെയുള്ള പ്രവർത്തകരെല്ലാം. അപ്പോ യാത്രയപ്പിന്റെ സമയത്ത് എല്ലാവരും നന്മകൾ ഇങ്ങനെ വിളിച്ചു പറയല്ലോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചും എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന എല്ലാ നന്മകളും എല്ലാ ആളുകളും ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ അദ്ദേഹം കേട്ടിരുന്നു. അവസാനം അദ്ദേഹം ഒരു മറുപടി പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രാസംഗികനല്ല, ഞാനൊരു എഴുത്തുകാരനുമല്ല, എനിക്കതിനൊന്നും കഴിയില്ല. എനിക്കാകെ കഴിയുന്നത് പോസ്റ്റർ ഒട്ടിക്കുവാനും എനിക്കാകെ കഴിയുന്നത് ബാനർ കെട്ടാനും ഒക്കെയാണ്. അതൊക്കെ ഞാൻ ചെയ്യും, അതൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്യും. അത് ദീനീ പ്രവർത്തനമാണ് എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും. അങ്ങനെ ഒരു സമ്മേളനമൊക്കെ വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് അധ്വാനിക്കും. അങ്ങനെ സമ്മേളനമെത്തി അതിന്റെ പൊതുസമ്മേളനം ഉണ്ടാവും. എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ നിറഞ്ഞു കവിയും. ആ പൊതുസമ്മേളനം അവസാനത്തെ നന്ദി കൂടി പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ, ആ സമ്മേളനം കഴിയുമ്പോൾ മനസ്സിൽ സങ്കടവും സന്തോഷവും ഒരുപോലെ ഉണ്ടാകും. സങ്കടം സമ്മേളനം കഴിഞ്ഞല്ലോ എന്ന സങ്കടമാണ്, സന്തോഷം നമ്മളൊക്കെ അധ്വാനിച്ചത് വെറുതെ ആയില്ലല്ലോ എന്ന സന്തോഷവുമാണ്. ഇത് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ആ പ്രസംഗം മുഴുമിപ്പിക്കാനാകാതെ അദ്ദേഹം അവിടെ ഇരുന്നു പോയി. നിങ്ങളൊന്ന് ആലോചിക്കണം, ആ സ്റ്റേജില് വലിയ സ്വർണ്ണ നിറമുള്ള ബാഡ്ജ് കുത്തിയിരിക്കുന്ന നേതാക്കൾക്ക് കിട്ടാത്ത മനസ്സിന്റെ സന്തോഷം ആ 10,000-കണക്കിന് വരുന്ന പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഏതാനും ചില ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഏതാനും ചില ആളുകളുണ്ടല്ലോ, അവരാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി. അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, മറിച്ച് അറിയപ്പെടാത്ത വളരെ കുറച്ച് ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരാളാകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഇഖ്ലാസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ശുദ്ധമായ ഒരു മനസ്സാന്നിധ്യമുണ്ട്. അതാണ് ആ പ്രവർത്തകന്റെ വാക്കിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പ്രസ്ഥാനത്തിലെ ഒരു വലിയ കണ്ണിയാണ് നമ്മൾ. ആ പ്രസ്ഥാനത്തിന്റെ ഒരു മഹാപ്രവാഹത്തിലെ ഒരു കണ്ണിയാണ്. ഒരു വലിയ വൃക്ഷമാണ് ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ചോട്ടിൽ ഇന്ന് നമ്മളാണ്.
ഇന്നലെ നമ്മളല്ലായിരുന്നു, നാളെ നമ്മൾ അറിയാത്ത വേറൊരു കൂട്ടരാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ആളുകൾ നമ്മളെ കുറിച്ച് പറയരുത്, കുറെ മടിയന്മാരുടെയും അലസന്മാരുടെയും സാമ്പത്തിക മോഹികളുടെയും പ്രശസ്തി ആഗ്രഹിക്കുന്നവരുടെയും ലാഭം ആഗ്രഹിക്കുന്നവരുടെയും സുഖം ആഗ്രഹിക്കുന്നവരുടെയും തന്നെ കുറിച്ചുള്ള പ്രസിദ്ധി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതാനും ചില ആളുകളുടെ കാലഘട്ടമായിരുന്നു നമ്മളൊക്കെ പ്രവർത്തിച്ച കാലഘട്ടമെന്ന് നമ്മളെ കുറിച്ച് ഇനി വരാനിരിക്കുന്നവർ എഴുതുന്ന ചരിത്രത്തിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകരുത്. അതിനു വേണ്ടത് നമ്മുടെ അമലുകൾ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ കൃത്യമായും നമ്മൾ ശുദ്ധീകരിക്കുക എന്നതാണ്. അവിടെയാണ് മഹാന്മാരായ പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃക നമ്മുടെ മുമ്പിൽ വെളിച്ചമാകുന്നത്. അലവി മൗലവി എന്ന് പറഞ്ഞ ഒരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു. അബ്ദുസ്സലാം സുല്ലമിയുടെ ഉപ്പ അലവി മൗലവി ഒരു വെറും മൗലവി മാത്രമായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു. AICCയുടെ അന്നത്തെ മെമ്പറായിരുന്നു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്നത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കോൺഗ്രസിലെ വളരെ പ്രമുഖരായ ദേശീയ നേതാക്കളുമായി പോലും ഉറുദുവും ഇംഗ്ലീഷും ഭംഗിയായി സംസാരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ സമയം രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാമായിരുന്നു, അതല്ലെങ്കിൽ മതം കൊണ്ടും ജീവിക്കാമായിരുന്നു. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സമുന്നതനായ നേതാവ്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്. എന്നാൽ അലവി മൗലവി രാഷ്ട്രീയം കൊണ്ടും ജീവിച്ചിട്ടില്ല, മതം കൊണ്ടും ജീവിച്ചിട്ടില്ല. അലവി മൗലവി മരിച്ച ദിവസം അദ്ദേഹത്തിന്റെ ജനാസ കാണുന്നതിന് വേണ്ടി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എടവണ്ണയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ആ കൂട്ടത്തിൽ അന്നത്തെ KNMന്റെ പ്രസിഡന്റായിരുന്ന സാലെ മുഹമ്മദ് സേട്ട് ഉണ്ടായിരുന്നു. സാലെ സേട്ട് എറണാകുളത്ത് വലിയൊരു ബിസിനസ്സുകാരനാണ്, കോടികളുടെ സമ്പാദ്യമുള്ള ആളാണ്. അദ്ദേഹമാണ് അലവി മൗലവിയുടെ ജനാസ കാണുവാൻ വന്ന് ആ ജനാസ കണ്ട് പുറത്തിറങ്ങിയിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. പൊട്ടിക്കരയുകയാണ് അദ്ദേഹം. അപ്പൊ ആരോ വന്ന് ചോദിച്ചു, എന്തിനാണ് സേട്ട് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എടവണ്ണയിൽ പല ആവശ്യത്തിനും വന്നിട്ടുണ്ട്, പല കാര്യങ്ങൾക്കും എടവണ്ണയിൽ അനേകം പ്രാവശ്യം വന്നിട്ടുണ്ട്. അലവി മൗലവി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുമാണ്. എടവണ്ണയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. പക്ഷെ ആ വീട്ടിലേക്ക് എന്നെ ഒരു ദിവസം പോലും അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല. ഇത്ര നല്ല സുഹൃത്തായിട്ടും ഇത്ര അടുത്ത് വീടായിട്ടും അദ്ദേഹം ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടില്ല. അതിലെനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കടം എനിക്ക് ഇന്നാണ് തീർന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കരയുന്നത്. എന്തായിരുന്നു അതിന്റെ കാരണം? സേട്ടിനെ പോലെ വലിയൊരു വ്യവസായിയെ സ്വന്തം വീട്ടിലേക്ക് അലവി മൗലവി വിളിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അലവി മൗലവിക്ക് ഒരു വീടില്ലായിരുന്നു എന്നാണ്. അലവി മൗലവിക്ക് ഉണ്ടായിരുന്നത് ഓല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ പുരയായിരുന്നു. ആ പുര തന്നെയായിരുന്നു, അതിലാകെ ഉണ്ടായിരുന്ന ഒരു റൂം തന്നെയായിരുന്നു അലവി മൗലവിയുടെ കുട്ടികളുടെ പഠനമുറിയും, അലവി മൗലവിയുടെ വീട്ടിലെ അടുക്കളയും, അലവി മൗലവിയുടെ വീട്ടിലെ കിടപ്പറയും, ആ വീട്ടിലെ വായനാമുറിയും ഒക്കെ ഒരു ചെറിയ റൂമായിരുന്നു. ഇതായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഭാര്യ കരഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല, മക്കളൊക്കെ കരയുന്നോണ്ട് കരയാണ്. എന്തിനാണ് മക്കൾ കരയുന്നത്? ചോറ് വെക്കാൻ അരിയില്ല എന്ന് പറഞ്ഞു. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അലവി മൗലവി വന്നത്. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത് ചോറ് വെക്കാൻ അരിയില്ല. അത് പറഞ്ഞിട്ട് ഭാര്യ പിന്നെയും വിങ്ങി വിങ്ങി കരയുകയാണ്. വേണമെന്ന് പറയുന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു പരാതി പറയുകയല്ല, ഒരു കാരണം മാത്രം പറഞ്ഞു. ആ സമയത്ത് ആ ഭാര്യയുടെ തോളിൽ തട്ടിക്കൊണ്ട് മഹാനായ അലവി മൗലവി റഹ്മഹുല്ല പറഞ്ഞത്, നിനക്ക് നിന്റെ 4 മക്കളുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, പക്ഷെ എനിക്ക് ജാമിഅയിൽ പഠിക്കുന്ന 40 മക്കളുടെ ചോറിന്റെ കാര്യം അന്വേഷിക്കണം. ആ മക്കളെ അവരുടെ ഉപ്പയും ഉമ്മയും കൊടുന്നാക്കിയത് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ്. 4 മക്കളുടെ കാര്യം നോക്കിയാൽ മതി നിനക്ക്. പക്ഷേ നീ ഓർക്കുക, എന്റെയും നിന്റെയും മക്കളാണ് ജാമ്യയിൽ പഠിക്കുന്ന 40 മക്കൾ എന്ന് പറഞ്ഞ് ആ ഭാര്യയുടെ നെറുകിൽ ചുംബിച്ച് തോളിൽ തട്ടി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന അലവി മൗലവി എന്ന മഹാനായ ഒരു പണ്ഡിതനെ മനസ്സിന്റെ ആഴങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മുടെ പ്രസ്ഥാനം. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ വിയർപ്പും ഗദ്ഗതങ്ങളും സങ്കടങ്ങളും ത്യാഗങ്ങളും അതായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആധാരമായി തീർന്നത്. KP മുഹമ്മദ് മൗലവി റഹ്മഹുല്ല, ഇതിൽ പല ആളുകളും അദ്ദേഹത്തെ കണ്ട ആളുകളായിരിക്കും, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അലവി മൗലവിയെ കണ്ട ആളുകളും ഇതിലുണ്ടാവും, ഞാൻ അദ്ദേഹത്തെയും കണ്ടിട്ടില്ല. നമ്മളൊക്കെ അവരുടെ എത്രയോ പിറകെ വന്ന തലമുറകളാണ്.
പക്ഷെ നമ്മൾ അറിയുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണ്? KP മുഹമ്മദ് മൗലവി 23 വർഷം കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരള നദ്വത്തുൽ മുജാഹിദിൻ എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുടെ പ്രസ്ഥാനമാണ്. ഒരുപാട്